ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ഇസ്രായേലിൽ വീണ്ടും അടുത്തതായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 4ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇസ്രായേലിൽ നടക്കാൻ പോകുന്നത്. സോ എന്തുകൊണ്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പ് ഇത്രയും പെട്ടെന്ന് നടക്കാൻ പോകുന്നത്? ഇതിന്റെ പിന്നിലെ കാരണം എന്താണ്? അങ്ങനെ കുറച്ചധികം ഇസ്രായേലിലെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സിനെ പറ്റിയും ഇസ്രായേലുമായി ബന്ധപ്പെടുത്തിയിട്ട് വേൾഡ് പൊളിറ്റിക്സിൽ സംഭവിച്ചിരിക്കുന്ന ഇന്ത്യക്ക് ഒരു ഹെൽപ്പ് ആവുന്ന രീതിയിൽ വന്നിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയും വിശദമായി ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന പുതിയ ടൈപ്പ് ഓഫ് വൈറസ് സ്ട്രെയിനെ പറ്റിയിട്ടുള്ള വീഡിയോയിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. അതിൽ അവർ ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്കുള്ള റീപ്ലേയും ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് നൽകുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് സെക്കൻഡ് വീഡിയോ ചിലപ്പോൾ ഉണ്ടാകില്ല, കാരണം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ വളരെയധികം ലേറ്റ് ആയിട്ടാണ്. ഞാൻ 2 വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 2ാമത്തെ വീഡിയോ മേ ബി നാളെ രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം ഇസ്രായേലിന്റെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസിനെ പറ്റി സംസാരിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഈ ഒരു ഇസ്രായേലിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നേക്കാമെന്ന രീതിയിൽ കുറേയധികം ഹിന്റ് വരുന്നുണ്ടായിരുന്നു. സോ എന്താണ് ഈ ഒരു സൂചന എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിനെ പറ്റി അറിയുന്നതിന് മുൻപായിട്ട് ഇസ്രായേലിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതിയെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് മുൻപായിട്ട് തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഇസ്രായേൽ കത്തുന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വിശദമായി സംസാരിച്ചാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഓരോ ജനപ്രതിനിധികളുണ്ടാവും, MP-മാരുണ്ടാവും, മെമ്പർ ഓഫ് പാർലമെന്റ്സ്. സോ ഓരോ മണ്ഡലങ്ങളിലായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കും. അവിടെ ജയിക്കുന്ന ആൾക്കാരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, അതായത് ഇപ്പോൾ ഏത് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് അവരായിരിക്കും അധികാരം നേടുന്നത്. പക്ഷെ അതേസമയം ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങൾ മുഴുവനായിട്ടും ഓരോ പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്യുക. ഈ ഇസ്രായേലിൽ പ്രധാനപ്പെട്ട ഒരു 3 പാർട്ടി ഉണ്ട്. അതിൽ 2 എന്ന് പറയുന്ന ലിക്വിഡ് പാർട്ടി, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ലിക്വിഡ് പാർട്ടിയും ബെന്നി ഗാൻസ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്ററിന്റെ ബ്ലൂ ആൻഡ് വൈറ്റ് പാർട്ടിയുമാണ് ഒരു പോപ്പുലർ ആയിട്ടുള്ള പാർട്ടീസ്. സോ ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾ പോയിട്ട് ഈ പാർട്ടികൾക്ക് വോട്ട് നൽകും. സോ ഇങ്ങനെ വോട്ട് ലഭിക്കുമ്പോൾ, അതായത് 100% വോട്ടിംഗ് നടന്നു വിചാരിക്കാം. അങ്ങനെ ലഭിക്കുന്ന വോട്ടിൽ 120 സീറ്റാണ് ഇസ്രായേലുള്ളത്. സോ 120 സീറ്റുള്ള ഇസ്രായേലിലെ പാർലമെന്റിനെ നെസറ്റ് എന്നാണ് പറയുന്നത്. ഈ പാർലമെന്റിൽ ആർക്കാണോ 61 സീറ്റ് നേടുന്നത് അവരായിരിക്കും അധികാരം നേടുന്നത്. പക്ഷേ ഈ ജനങ്ങൾ മുഴുവനായിട്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് ജനങ്ങളുടെ വോട്ട് കൗണ്ട് ചെയ്യുന്നത് ഓരോ പാർട്ടിക്കായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 1,00,000 ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. ഈ 1,00,000 ആൾക്കാരിൽ 50,000 ആൾക്കാർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് വോട്ട് ചെയ്തെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് 50% വോട്ട് ലഭിക്കും. ഈ 50% വോട്ട് എന്ന് പറയുന്നത് ആകെ സീറ്റിന്റെ 50%. അതായത് 120 സീറ്റിൽ 60 സീറ്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ലഭിക്കും. ഇങ്ങനെയാണ് ഇസ്രായേൽ ഒരു വോട്ടിംഗ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ ഇതുവരെ ഒരു പാർട്ടിക്കും ഈ ഒരു ഭൂരിപക്ഷം 61 സീറ്റ് ഒറ്റയ്ക്ക് നേടാൻ സാധിച്ചിട്ടില്ല. സോ അങ്ങനെ വരുമ്പോൾ ഇവർ ബാക്കിയുള്ള പാർട്ടികളെ കൂട്ടുപിടിച്ചിട്ടായിരിക്കും ഈ ഒരു സീറ്റ് തികയ്ക്കുന്നത്. 61 എന്നുള്ള നമ്പർ തികയ്ക്കാനായിട്ട് ഓരോ കൂട്ടുകക്ഷികൾ അങ്ങനെ രൂപീകരിക്കും. അങ്ങനെ ഇസ്രായേലില് കഴിഞ്ഞ ഒരു 1.5 ഇയേഴ്സ് ആയിട്ട് തന്നെ കുറേയധികം പ്രശ്നങ്ങൾ വന്നിരുന്നു. പലപ്പോഴായിട്ട് രൂപീകരിക്കുന്ന ഈ ഒരു കൂട്ടണി അധികം നീണ്ടു പോകുന്നില്ല, ഇവർക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നു. അങ്ങനെ പലതരത്തില് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ഈ ബെന്നി ഗാൻസ്, ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറാണ്, ഈ ബ്ലൂ ആൻഡ് വൈറ്റ് പാർട്ടിയുടെ ലീഡർ, അദ്ദേഹവും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ഭരണം നടത്താമെന്ന് തീരുമാനിച്ചു. സോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. സോ അവരും ഈ ഒരു ബെന്നി ഗാൻസിന്റെ ബ്ലൂ ആൻഡ് വൈറ്റ് പാർട്ടിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഭരണം നേടാനായിട്ട് ശ്രമിച്ചു. സോ അങ്ങനെ ഈ ഭരണം നേടുന്ന സമയത്ത് ഇവരൊരു ഡീൽ സൈൻ ചെയ്തു. അതായത് ആദ്യം ഒരു 18 മാസ കാലയളവ് ബെഞ്ചമിൻ നെതന്യാഹു ആയിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഭരിക്കുന്നുണ്ടാകുക. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാലയളവിൽ ബെന്നി ഗാൻസിന് ഒഴിഞ്ഞു നൽകണം. ഇതായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ഡീല്. ഈ ഡീലിന്റെ ഭാഗമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു 2021 നവംബർ വരെ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തുടരാൻ പറ്റും. സോ അതേ സമയത്ത് ബെന്നി ഗാൻസ് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ട് നിയമിക്കപ്പെട്ടു. സോ ഇതാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ കഴിഞ്ഞ കുറച്ച് മാസം വരെ ഇസ്രായേൽ ഉണ്ടായത്.
സോ അങ്ങനെ ഇരുന്നപ്പോൾ ഇസ്രായേലില് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പാർലമെന്റിൽ 2020 ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് അവസാന ക്വാർട്ടറിലേക്കുള്ള ബഡ്ജറ്റ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. സോ ഈ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം ഉടലെടുത്ത്. അതായത് ബെന്നി ഗാൻസ് പറഞ്ഞൊരു കാര്യമായിരുന്നു, 2020 മാത്രമല്ല 2021 കൂടെ ചേർത്തിയുള്ള ബഡ്ജറ്റ് പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ 2021 കൂടിയുള്ള ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു രണ്ട് കൂട്ടണിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം 2021 നവംബർ കഴിയുമ്പോഴേക്കും ബെഞ്ചമിൻ നെതന്യാഹു ഭരണം ഒഴിഞ്ഞു മാറേണ്ടതുണ്ട്. സോ ആ സമയത്ത് ഈ ഒരുമിച്ചുള്ള ബഡ്ജറ്റ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അന്ന് ബഡ്ജറ്റ് പ്രഖ്യാപിക്കാനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കും. സോ അങ്ങനെ ആ ഒരു കൂട്ടുകെട്ട് വീണ്ടും ഒന്ന് ഇല്ലാതായി പോകും. അങ്ങനെ ഇല്ലാതാവുകയാണെങ്കിൽ നഷ്ടം വരുന്നത് ബെന്നി ഗാൻസിനാണ്. കാരണം ബെന്നി ഗാൻസിന്റെ ഈ ഒരു ഭരണം നേടാനുള്ള ചാൻസ് വരുന്നത് 2021 നവംബറിലാണ്. സോ അതുകൊണ്ട് ബെന്നി ഗാൻസ് 2 വർഷത്തെയും 2020, 2021 ബഡ്ജറ്റ് ഒരുമിച്ച് പ്രഖ്യാപിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു അതിന് സമ്മതിച്ചില്ല. സോ അങ്ങനെയാണ് ഈ പ്രശ്നം ഉടലെടുത്തത്. സോ അങ്ങനെ ഇരുന്നപ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി വരെയായിരുന്നു ഇവർക്കൊരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഒരു ഭരണഘടന പ്രകാരം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഈ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ആ പാർലമെന്റ് മുഴുവനായിട്ട് പിരിച്ചുവിടേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഈ ഒരു ബെന്നി ഗാൻസിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഈ ഒരു പിടിവാശി കാരണം തന്നെ ഈ ഒരു ബജറ്റ് പ്രഖ്യാപിക്കാതായി. അങ്ങനെയാണ് ഇസ്രായേലിൽ വീണ്ടും ഈ വരുന്ന മാർച്ച് മാസമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതായിട്ട് വാർത്തകൾ പുറത്തു വന്നത്. സോ ഇതിൽ നമ്മൾ ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു നീക്കമുണ്ട്, ബെന്നി ഗാൻസിന്റെ ഒരു നീക്കമുണ്ട്, അങ്ങനെ പലതരത്തിൽ നമുക്ക് വീക്ഷിക്കാൻ പറ്റും. പക്ഷെ പ്രധാനമായിട്ടും ബെഞ്ചമിൻ നെതന്യാഹു ഒരു ശക്തമായ കരു നീക്കി തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും. അതെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മേലെ ഓൾറെഡി കുറേയധികം അഴിമതി ആരോപണം, പിന്നെ കൂടുതൽ ഒരു കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആരോപണമുണ്ട്. സോ ഈ സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് വീണ്ടും അടുത്തൊരു ഇലക്ഷൻ കൊണ്ടുവന്നിട്ട് അതിൽ വിജയം നേടുക എന്നാണ്. പക്ഷെ അദ്ദേഹം വിചാരിച്ചത് ഒന്നില്ലെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളായിട്ട് ഈ കോവിഡിന്റെ ഒരു പ്രശ്നമൊക്കെ തീരുന്ന സമയത്ത് അടുത്ത ഇലക്ഷൻ വരുന്ന രീതിയിൽ കരുക്കൾ നീക്കാമെന്നും, അങ്ങനെ ആ ഇലക്ഷനിൽ കോവിഡിന്റെ സമയത്തുണ്ടായിരുന്ന ആ റിക്കവറി ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് കൂടാതെ അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ മറികടന്നുള്ള ഒരു പേരും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വിജയം നേടാമെന്നൊരു മോഹം ലിക്വിഡ് പാർട്ടിയുടെ ബെഞ്ചമിൻ നെതന്യാഹു പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതിനൊരു തിരിച്ചടിയായിട്ട് ഇപ്പോൾ ബജറ്റിൽ വന്ന ഈ ഒരു പരസ്പരമുള്ള ഒരു പ്രശ്നം കാരണം തന്നെ ഈ ഒരു ഇലക്ഷൻ പെട്ടെന്ന് വരാനുള്ള ഒരു ചാൻസ് ആയി മാറി. സോ ഇതൊരു പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താണ് പറഞ്ഞിട്ട് പോലും പല എക്സ്പേർട്സും അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ടേം കഴിയാറായി. 2020 നവംബർ ആകുമ്പോഴേക്കും ഈ ഒരു ടേം കഴിയും. സോ അതുകൊണ്ട് അതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു കൂട്ടുകെട്ട് മുഴുവനായിട്ട് ഒന്ന് പിരിച്ചുവിട്ടിട്ട് വീണ്ടും ഇലക്ഷൻ നടത്തിയിട്ട് പുതിയൊരു കൂട്ടുകെട്ട് രൂപീകരിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കാമെന്നാണ് എക്സ്പേർട്സ് അഭിപ്രായം ഉന്നയിക്കുന്നത്. അത് ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോൾ ഇസ്രായേലിൽ ഒരു പോളിംഗ് ഒക്കെ നടന്നിരുന്നു. ആ പോളിംഗിൽ ജനങ്ങൾ തന്നെ പറയുന്നൊരു കാര്യമാണ്, 40% ആൾക്കാരും ഈ ഒരു തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വരാൻ പോകുന്നതിന്റെ കാരണം ബെഞ്ചമിൻ നെതന്യാഹു ആണ് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 18% ആൾക്കാർ മാത്രമേ ബെന്നി ഗാൻസിന് സപ്പോർട്ട് അറിയിച്ചിട്ടുള്ളൂ. സോ ഇതാണ് ഇസ്രായേലിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയാം. ഈ ഒരു പ്രശ്നത്തെ ചുറ്റിപ്പറ്റിയിട്ട് വേൾഡ് പൊളിറ്റിക്സിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ ഡിസംബർ 13 ഇസ്രായേലും ഭൂട്ടാനും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും കാലമായിട്ട് ഒരു ഇടനായിട്ടായിരുന്ന പല കാര്യങ്ങളും ഇസ്രായേലും ഭൂട്ടാനും തമ്മിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഒഫീഷ്യലായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിലൂടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് ചൈനയ്ക്കാണ്. കാരണം ചൈന ഭൂട്ടാനിൽ ഒരു മേധാവിത്വം നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമായതുകൊണ്ടാണ് ചൈനയ്ക്ക് അത് കാര്യമായിട്ട് നടപ്പാക്കാൻ സാധിക്കാത്തത്. നേപ്പാളിൽ അവർ ഫലപ്രദമായിട്ട് നടപ്പാക്കിയെങ്കിലും ഭൂട്ടാനിൽ അത് നടപ്പാക്കാനായിട്ട് സാധിച്ചില്ല. ആ സമയത്ത് ഇസ്രായേലും കൂടെ കടന്നു വരുന്നത് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. സോ ഇസ്രായേലിന്റെ ഈ ഒരു കടന്നുവരവിന് ഏറ്റവും കൂടുതൽ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് UAE ആയിട്ടും ബഹ്റൈൻ ആയിട്ടെല്ലാം നോർമലൈസേഷന് എത്താനായിട്ട് ശ്രമിച്ചത്. സോ ഇങ്ങനെ ഈ ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ഒരു അഴിമതിയുടെ ഒരു കുറ്റാരോപണമൊക്കെ മറച്ചു വെക്കാനുള്ള നീക്കമായിട്ട് പോലും എക്സ്പേർട്സ് ഒക്കെ അഭിപ്രായം പറഞ്ഞതാണ്. സോ ഈ നീക്കങ്ങളൊക്കെ ഒരുമിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ബെഞ്ചമിൻ നെതന്യാഹു ഇന്റർനാഷണലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇസ്രായേലുമായിട്ട് പല രാജ്യങ്ങളുമായിട്ടും ചേർന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ടാണ് അദ്ദേഹം കുറേയധികം നീക്കങ്ങൾ നടത്തിയത്.
പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും വരുന്നത് കാരണം തന്നെ ഇസ്രായേലില് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇനിയും ഭരണം തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഭരണത്തിലൊരു മാറ്റം വരികയാണെങ്കിൽ പുതിയതായിട്ട് വരുന്ന പ്രൈം മിനിസ്റ്റർ ഏത് തരത്തിലുള്ള നീക്കമായിരിക്കും നടപ്പാക്കുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള ഇസ്രായേലിന്റെ ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ, ഇതിനെപ്പറ്റിയൊക്കെ പല ആൾക്കാരും ഇപ്പോൾ തന്നെ ഒരു അഭിപ്രായം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഇസ്രായേലിന്റെ അംബാസിഡർ ഈ കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതി ഇന്ത്യയെ പറ്റിയിട്ട് ഒരു കാര്യം സംസാരിച്ചിരുന്നു. അതായത് ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള സഹായവും ചെയ്യാനായിട്ട് ഇസ്രായേൽ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹം സൂചിപ്പിച്ചത് UAEയും ബഹ്റൈനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വഴി ഈ ഇന്ത്യയുമായിട്ട് കൂടുതൽ ഇസ്രായേൽ അടുക്കാൻ സാധിക്കും എന്നൊരു കാര്യത്തെ പറ്റിയാണ്. ഇതൊരു ബിഹൈൻഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയ്ക്കെതിരായിട്ട് ഇന്ത്യക്ക് കൂടുതൽ സപ്പോർട്ട് ഇസ്രായേൽ നൽകുമെന്ന് പറഞ്ഞതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ പലതരത്തില് വേൾഡ് പൊളിറ്റിക്സിൽ ഒരു മാറ്റം ഇസ്രായേലിലെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസിനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് ഇന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഒരു പിക്ചർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയത്ത് ഇന്നലെ ഞാൻ ഒരു പുതിയ സ്ട്രെയിൻ ഓഫ് വൈറസ് കണ്ടെത്തിയതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ വൈറസ് സ്ട്രെയിന് നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നം സൃഷ്ടിക്കില്ല, കാരണം വാക്സിൻ അതിന് എഫക്റ്റീവ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പലരും അല്ലാതെ തെറ്റാണ്, ഇനി പുതിയൊരു വാക്സിൻ കണ്ടുപിടിക്കണമെന്നൊക്കെയാണ് ഈ ഒരു ചാനലിൽ പറയുന്നത്, ആ ചാനലിൽ പറയുന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഒഫീഷ്യൽ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വാക്സിൻ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ സ്ട്രെയിൻ ഓഫ് വൈറസിനും എഫക്റ്റീവ് ആയിരിക്കുമെന്നും അതിന്റെ എഫിക്കസി എന്നല്ല പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അത് മാത്രമായിരിക്കാം മേ ബി കുറച്ച് എഫക്റ്റീവ്നെസ് കുറവായിട്ട് ഉണ്ടാവുക എന്ന് അറിയിച്ചിട്ടുണ്ട്. എഫിക്കസി എന്ന് പറയുന്നത് ഈ വാക്സിൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റീവ്നെസ്, സോ അത് മേ ബി കുറച്ച് കുറഞ്ഞേക്കാം എന്നാണ് എക്സ്പേർട്സ് അഭിപ്രായം പറയുന്നത്. സോ അതിൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. സൈഡിൽ അതിന്റെ വാർത്ത ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ പല കമ്പനീസും വിത്തിൻ 6 വീക്സിൽ തന്നെ ഈ പുതിയ സ്ട്രെയിൻ ഓഫ് വൈറസിനെയും എതിർക്കാൻ പറ്റുന്ന ഒരു വാക്സിൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി ഡെവലപ്പ് ചെയ്ത വാക്സിനിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയാൽ തന്നെ ഈ പുതിയ സ്ട്രെയിൻ ഓഫ് വൈറസിനും അത് എഫക്റ്റീവ് ആയിരിക്കുമെന്നും ഈ ഒരു അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സോ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും തെളിവ് നൽകാറുണ്ട്, നിങ്ങൾക്ക് സൈഡിൽ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ എന്റെ വായിൽ തോന്നിയത് ഞാൻ വിളിച്ചു പറയുകയല്ല, അത് ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സെക്കൻഡ് വീഡിയോ ഒന്നും ഉണ്ടാകില്ല, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നാളെ ആയിരിക്കും ഉണ്ടാകുക. സോ ആ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്. വീഡിയോയില് നമ്മൾ ആദ്യം ഇസ്രായേലിന്റെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസിനെ പറ്റി സംസാരിക്കാം. സോ ലേറ്റസ്റ്റ് ആയിട്ടാണ്, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് ഇസ്രായേലില് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് KCB